എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് എത്തിയേക്കുന്നത് മേക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല, നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ജപ്തി എന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മളിത് കൂടുതലും കേട്ടേക്കുന്നത് സിനിമകളിലും അതുപോലെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനോ അപ്പോൾ നിങ്ങളുടെ തന്നെ വീട്ടിലോ ഈ ഒരു അവസ്ഥ ഉണ്ടായാൽ എന്തായിരിക്കും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് അജിത്ത് എന്നാണ് പേര്. അപ്പം നമ്മൾ ഈ ബുക്കൊക്കെ ഓൺലൈനിൽ കൂടെ വാങ്ങിക്കുകയൊക്കെ ചെയ്ത അങ്ങനെ ഒരു പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത എൻ്റെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇച്ചിരി മോശം അവസ്ഥയിലാണ്, എൻ്റെ വീട് ജപ്തി ചെയ്യാൻ പോകുന്നു, അപ്പോൾ നോട്ടീസൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഡീറ്റെയിൽസൊക്കെ എനിക്ക് അയച്ചു തന്നു. ഒരു ജെനുവിൻ കേസാണ് കേട്ടോ, ആദ്യം തന്നെ പറയാം. വീട്ടിലെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. അദ്ദേഹം ഒരു രോഗിയാണ്, സെർബൽ പാൾസി എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. പുള്ളിയുടെ ഇപ്പോഴത്തെ നിലനിൽപ്പ് തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നൊരു സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കുക. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് അദ്ദേഹത്തിന് ഒരു നല്ലൊരു തുക അദ്ദേഹത്തിനൊന്ന് എത്തിച്ചു കൊടുത്ത് നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളെന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. ബഹുമാനപ്പെട്ട എൻ്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ കാണിച്ചത് എൻ്റെ വീടിൻ്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട ഒരു ജപ്തി നോട്ടീസാണ്. എൻ്റെ പേര് അജിത്ത് എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പൊന്നൂക്കരയിലാണ് താമസിക്കുന്നത്. ഒരു ഭിന്നശേഷി വ്യക്തിയാണ്. ഞാൻ ഇരുന്നുകൊണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യണത് എന്ന് വെച്ചാൽ, എനിക്കധികം നേരം നിൽക്കാൻ പറ്റില്ല. അങ്ങനെ നിന്നാൽ തന്നെ ഇങ്ങനെ തളർന്ന് വീണു പോകുന്ന ഒരവസ്ഥയിലുള്ള ഒരാളാണ്. അപ്പോൾ ബാങ്കിൻ്റെ നോട്ടീസ് വന്നിരിക്കുകയാണ്. അത് 2018 ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിൽ നിന്ന് എടുത്ത കടമാണ്. 2,30,000 രൂപയാണ് എടുത്തത്. അതിപ്പോൾ കുടിശ്ശിക പ്രകാരം 3,53,000 രൂപ അടയ്ക്കണമെന്നുള്ള നിലയിലേക്കാണ് ആളുകൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, ബാങ്കുകാർ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓൺലൈനായിട്ട് പുസ്തകങ്ങൾ സെല് ചെയ്തുകൊണ്ടാണ് എൻ്റെ എല്ലാ ജീവനോപാധി കണ്ടെത്തുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത്. അച്ഛനൊരു ടൈലറാണ്. ഇപ്പോൾ 63 വയസ്സുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ അച്ഛൻ്റെ ടൈലറിങ് കടയാണെങ്കിലും അതൊരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. പിന്നെ ഇങ്ങനൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയുമായിട്ട് നിങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം ഞാൻ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിപ്പോൾ 2018 തുടങ്ങി എടുത്തതുകൊണ്ടും പിന്നെ ഞങ്ങൾക്ക് ആ കൊറോണ സമയത്ത് ആണ് ഞങ്ങളുടെ തിരിച്ചടവ് മുടങ്ങിയത്. അതുവരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. സാമ്പത്തികമായിട്ട് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ നല്ല രീതിക്ക് ജീവിച്ചു വന്നിരുന്നൊരു ഫാമിലി ആയിരുന്നു. ആ കൊറോണ സമയത്ത് വന്നുപെട്ടിട്ടുള്ള ഒരു പ്രശ്നത്തിലാണ് ഞങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്നത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് ശരിക്കായിട്ട് ഒരു ജോലിയോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക വരുമാനങ്ങളോ ഉണ്ടായില്ല. അത് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സുഹൃത്ത് വഴി ഈ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ചെറിയ തുകയാണെങ്കിൽ പോലും അക്കൗണ്ടിലേക്ക് താഴെ കാണുന്ന അക്കൗണ്ടിലേക്ക് അയച്ചു തരികയാണെങ്കിൽ ഒരു ഉപകാരമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ്
ജപ്തി നോട്ടീസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അതിപ്പോൾ കയ്യിൽ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കൈ ഒന്നാമത് എൻ്റെ റൈറ്റ് സൈഡ് റൈറ്റ് ഹാൻഡ് ഇത്തിരി മോശമാണ്. അപ്പോൾ ഒരു കൈ കൊണ്ട് പ്രവർത്തിച്ചിട്ട് വേണം, ഫോണായാലും യൂസ് ചെയ്യണമെങ്കിൽ ഒരു കൈ കൊണ്ടാണ് ഞാൻ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. റൈറ്റ് ഹാൻഡിൻ്റെ തളർച്ച, സെറിബ്രൽ പാൾസിയാണ് എനിക്ക് അസുഖം. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഒരുവിധം തളർന്ന അവസ്ഥയിലാണ്. അത്യാവശ്യം ഊണ് കഴിക്കാൻ മാത്രമേ അതുകൊണ്ട് പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടി കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെയുള്ള സഹായങ്ങൾ എനിക്ക് നൽകണം. ഇതിൻ്റെ പ്രൂഫും മറ്റു കാര്യങ്ങളും പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ട് തന്നാൽ ഞാൻ അയച്ചു തരാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇതിരിപ്പുണ്ട്. ഇങ്ങനെ അത് നോട്ടീസ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. ഒന്ന് വേണ്ട രീതിയിൽ എല്ലാ സഹായങ്ങളും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജിത്ത്. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് എന്നെ കരകയറ്റുകയാണെങ്കിൽ അത് മതിയാവും. നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പേരുടെ സങ്കടങ്ങൾക്ക് അറുതി വരുത്തിയതാണ് നിങ്ങൾ നാട്ടുകാർ. എന്നെയും കൂടെ ചേർത്ത് പിടിക്കുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.